മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ് സ്വർഗാതിസ്വർഗത്തിൽ വാഴുന്ന പരിശുദ്ധ ദൈവമായ യേശുക്രിസ്തുവിന്റെ നിസ്തുലമായ നാമത്തിൽ സ്നേഹ വന്ദനങ്ങൾ. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ KP കുഞ്ഞിക്കണ്ണൻ എന്നൊരാൾ ഇട്ട ഒരു കമന്റിന്റെ സ്ക്രീൻഷോട്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഞാൻ വായിക്കാം. ഇവൻ വെന്തക്കോസ്ത് ഭീകരനല്ലേ? ഇവറ്റകളെ വീട്ടിൽ കയറ്റിയാൽ ദൈവം ഇറങ്ങിപ്പോകും. സവർണ സായിപ്പിന്റെ മതത്തിൽ ഈ ഊളകൾക്കെന്ത് സ്ഥാനം എന്നാണ് കുഞ്ഞിക്കണ്ണൻ കമന്റ് ചെയ്തത്. നമ്മൾ കൃത്യമായ ഡാറ്റ വെച്ച് കാര്യങ്ങൾ അവതരിപ്പിച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയും മറ്റും ചെയ്യുമ്പോൾ സംഖ്യകളിൽ നിന്ന് വരുന്ന മറുപടികൾ വെറും തെറിവിളികൾ മാത്രമാണ്. അപൂർവങ്ങളിൽ അപൂർവമായിട്ടാണ് തെറിയൊന്നും പറയാതെയുള്ള സംഖ്യകളുടെ ഇത്തരം കമന്റുകൾ കാണാറുള്ളത്. സാധാരണഗതിയിൽ ഇത്തരം വിദ്വേഷ കമന്റുകൾ മറുപടി അർഹിക്കുന്നവയല്ലെങ്കിലും ഈ കമന്റിൽ ഒളിഞ്ഞിരിക്കുന്ന വലിയൊരു യുക്തിരാഹിത്യവും ചരിത്രപരമായ അജ്ഞതയും ഒന്ന് തുറന്നു കാണിക്കേണ്ടതുണ്ട് എന്ന് തോന്നിയതിനാലാണ് നല്ല തിരക്കിലായിരുന്നിട്ടും ഈ വീഡിയോ ചെയ്യുന്നത്. ഇവറ്റകളെ വീട്ടിൽ കയറ്റിയാൽ ദൈവം ഇറങ്ങിപ്പോകുമെന്നാണ് കുഞ്ഞിക്കണ്ണൻ സംഘി പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, എത്ര ദയനീയമായ ദൈവസങ്കല്പമാണിത്. സർവവ്യാപിയും സർവശക്തനുമാണെന്ന് ഇവർ വിശ്വസിക്കുന്ന ഇവരുടെ ദൈവം എന്നെപ്പോലൊരു സാധാരണ മനുഷ്യൻ പടി കടന്നു വരുമ്പോഴേക്കും പെട്ടിയും കിടക്കയും ഒക്കെ എടുത്ത് പിൻവാതിലൂടെ ഇറങ്ങി ഓടുന്നുണ്ടെങ്കിൽ ഇവന്റെയൊക്കെ ദൈവത്തെക്കാൾ എത്രയോ മടങ്ങ് ശക്തിയുള്ളവനാണ് ഞാൻ. ഇവൻ പറഞ്ഞതിന്റെ അർത്ഥം അതാണല്ലോ. സ്വന്തം ദൈവത്തെ ഇത്രത്തോളം ദുർബലനും ഭീരുവുമായി ചിത്രീകരിക്കാൻ ഇവർക്കല്ലാതെ വേറെ ആർക്കെങ്കിലും സാധിക്കുമോ? എന്റെ സാന്നിധ്യം കൊണ്ട് നിന്റെയൊക്കെ ദൈവം ഭയന്ന് ഓടുന്നുണ്ടെങ്കിൽ കുഞ്ഞിക്കണ്ണ, നിന്റെ ദൈവത്തെ വരെ കണ്ടം വഴി ഓടിപ്പിച്ചവനാണ് ഞാൻ എന്ന് അഭിമാനത്തോടെ തന്നെ എനിക്ക് പറയേണ്ടി വരും. ഇത് കേട്ടിട്ട് ഹിന്ദുക്കൾക്ക് കുരുപൊട്ടിയിട്ട് കാര്യമില്ല. ആ കുഞ്ഞിക്കണ്ണൻ എന്നെ കൊണ്ട് ഇത് പറയിപ്പിച്ചതാണ്. നിങ്ങളുടെ ദൈവങ്ങളെയൊക്കെ കണ്ടം വഴി ഓടിപ്പിച്ചവനാണ് ഞാൻ. വാസ്തവത്തിൽ കുഞ്ഞിക്കണ്ണന്റെ ഈ കമന്റ് വായിച്ചപ്പോൾ എനിക്ക് ഒട്ടും അത്ഭുതം തോന്നിയില്ല. കാരണം ശത്രുവിനെ കാണുമ്പോൾ പേടിച്ചോടുകയും ഒളിച്ചിരിക്കുകയും ചെയ്യുന്ന ഭീരുക്കളായ ദൈവങ്ങളുടെ കഥകൾ ഇവരുടെ പുരാണങ്ങളിൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. ചില ഉദാഹരണങ്ങൾ ഞാൻ പറയാം. മഹിഷാസുരനെ ഭയന്നോടിയ ദേവന്മാരുടെ ചിത്രം ശ്രീമദ് ദേവി ഭാഗവതം 5ാം സ്കന്ധം 7ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. 5ാം അധ്യായം മുതൽ മഹിഷാസുരനും ദേവന്മാരും തമ്മിലുള്ള യുദ്ധമാണ്. 7ാം അധ്യായത്തിലാണ് ദേവന്മാരുടെ പരാജയം വിവരിക്കുന്നത്. ചോട്ടാദേവന്മാരൊന്നും അല്ല കേട്ടോ. ചോട്ടാദേവന്മാരുടെ യുദ്ധമല്ല അന്ന് നടന്നത്. സാക്ഷാൽ ത്രിമൂർത്തികളായ ബ്രഹ്മാവും വിഷ്ണുവും ശിവനും പിന്നെ ഇന്ദ്രനും വരുണനും കാലനും യക്ഷനും അഗ്നിയും ചന്ദ്രനും സൂര്യനും അടങ്ങിയ മഹാദേവസൈന്യത്തോട് പൊരുതിയിട്ടാണ് മഹിഷാസുരൻ ഈ ദേവന്മാരെയൊക്കെ കണ്ടം വഴി ഓടിച്ചത്. ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം. ശ്രീമദ് ദേവി ഭാഗവതം 5ാം സ്കന്ധം 7ാം അധ്യായത്തിന്റെ 4ാമത്തെ ശ്ലോകം മുതൽ. മഹിഷാസുരൻ ആ സമയത്ത് സിംഹത്തിന്റെ രൂപത്തിലാണ് ദേവന്മാരോട് പൊരുതിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഞാൻ വായിക്കാം. അവന്റെ പരാക്രമം കണ്ട വിഷ്ണു, അവന്റെ എന്ന് പറയുന്നത് മഹിഷാസുരനെ ഉദ്ദേശിച്ചിട്ടാണ്. അപ്പൊ മഹിഷാസുരന്റെ പരാക്രമം കണ്ട വിഷ്ണു വേഗം ചക്രായുധം കയ്യിലെടുത്തു. കൊല്ലണമെന്നുള്ള ആഗ്രഹത്തോടെ കുപിതനായി അവന്റെ നേർക്കെടുത്തു. സിംഹത്തെ ചക്രം കൊണ്ട് ആഞ്ഞ് പ്രഹരിച്ച നിമിഷത്തിൽ അതിബലവാനായ അവൻ മഹിഷമായി തീർന്ന് കൊമ്പുകൾ കൊണ്ട് ഹരിയെ ആക്രമിച്ചു. അപ്പൊ അതുവരെ സിംഹരൂപത്തിൽ ഉണ്ടായിരുന്ന ഈ മഹിഷാസുരൻ ചക്രായുധം കൊണ്ടുള്ള ആക്രമണം വന്നു കഴിഞ്ഞപ്പോ പെട്ടെന്ന് തന്നെ വീണ്ടും മഹിഷമായി തീർന്നു. മഹിഷം എന്ന് പറഞ്ഞാൽ എരുമയായിട്ട് തീർന്നു. അങ്ങനെ എരുമയായി തീർന്നിട്ട് നേരെ വിഷ്ണുവിനെ ആക്രമിക്കാനായിട്ട് വരികയാണ്. അപ്പൊ ഇനിയുള്ള 3 ശ്ലോകങ്ങൾ ഞാൻ സംസ്കൃതത്തിൽ തന്നെ വായിച്ച് അന്വയിച്ച് അർത്ഥം പറഞ്ഞു തരാം. അത് വേറൊന്നുകൊണ്ടല്ല, ഈ ചാണകസംഖ്യകള് എന്നെ ഫേസ്ബുക്കിൽ തെറിവിളിയാണ്. അവർ പറയുന്നത് ഈ മുസ്ലിങ്ങളുടെ ഏതോ ഹിന്ദു വിമർശന സൈറ്റിൽ നിന്നുള്ള വിവരങ്ങൾ വെച്ചാണ് ഞാൻ ഈ വിമർശനം നടത്തുന്നത്, അല്ലാതെ എന്റെ കയ്യിൽ ഇവരുടെ ഒറിജിനൽ പുസ്തകങ്ങളൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞാണ് ഇവരുടെ തെറിവിളി. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ശ്ലോകം ചൊല്ലി അന്വയിച്ച് അർത്ഥം പറയാമെന്ന് വെച്ചത്. 6ാമത്തെ ശ്ലോകം. വാസുദേവോ വിഷാണാഭ്യാം താടിതോരസി വിഹ്വല്ലഹ പലായനാപരോ വേഗാജഗാമ ഭുവനം നിജം. ഇതാണ് ശ്ലോകം. ഇതിനെ അന്വയിക്കാം. വാസുദേവ എന്ന് വെച്ചാൽ വിഷ്ണു, വാസുദേവൻ. വിഷാണാഭ്യാം കൊമ്പുകൾ കൊണ്ട്, ഉരസി എന്ന് പറയുന്നത് നെഞ്ചിനെയാണ്. താടിതഹ അടിയേറ്റവനായി, താടിതോരസി എന്ന ശ്ലോകത്തിൽ കണ്ടല്ലോ.
ആ താടിത ഉരസി, താടിതഹ പ്ലസ് ഉരസി, അതാണ്. അപ്പൊ ഉരസി എന്ന് പറഞ്ഞ നെഞ്ച്, താടിതഹ എന്ന് പറഞ്ഞ അടിയേറ്റവനായി, വിഹ്വല്ലഹ പരിഭ്രാന്തനായി, നമുക്കറിയാവുന്നതാണല്ലോ മലയാളത്തില്, ഭയവിഹ്വല്ലനായി എന്ന് നമ്മൾ പറയാറുണ്ട്, ഭയന്ന് പരിഭ്രാന്തനായി. അപ്പൊ വിഹ്വല്ലഹ പരിഭ്രാന്തനായി, പലായന പരഹ ഓടി രക്ഷപ്പെടുന്നതിൽ തൽപരനായി, വേഗാത്, വേഗാത് എന്ന് പറഞ്ഞാൽ അതിവേഗം, നിജം ഭുവനം, നിജം ഭുവനം എന്ന് പറയുന്നത് സ്വന്തം ലോകത്തേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷ്ണുവിന്റെ ആകുമ്പോൾ വൈകുണ്ഠം, വൈകുണ്ഠത്തിലേക്ക്, ജഗാമ പോയി. അപ്പൊ ഇതാണ് ഇതിന്റെ അന്വയം. ഇനി അർത്ഥം പറയാം. നെഞ്ചിൽ കൊമ്പുകൾ കൊണ്ടുള്ള ശക്തമായ അടിയേറ്റ് പരിഭ്രാന്തനായ സാക്ഷാൽ വിഷ്ണു യുദ്ധക്കളത്തിൽ നിൽക്കാതെ ജീവനം കൊണ്ട് അതിവേഗം തന്റെ സ്വന്തം വാസസ്ഥലമായ വൈകുണ്ഠത്തിലേക്ക് ഓടി രക്ഷപ്പെട്ടു. കണ്ടം വഴി ഓടിയെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് വെറുതെ അല്ല, ഇവരുടെയൊക്കെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇനി 7ാമത്തെ ശ്ലോകം. ഗതം ദൃഷ്ട്വാ ഹരിം കാമം ശങ്കരോപി ഭയാന്വിതഃ അവധ്യം തം പരം മത്വ യയൗ കൈലാസ പർവ്വതം. അത് അന്വയിക്കാം. ഹരിം എന്ന് പറഞ്ഞാൽ വിഷ്ണു, കാമം ഗതം ദൃഷ്ട്വാ ഇത്തരത്തിൽ ഓടിപ്പോയത് കണ്ട്, അതായത് പേടിച്ചു ഓടിപ്പോയത് കണ്ട്, ഭയാന്വിതഃ ഭയന്നവനായ, ശങ്കരോപി, ശങ്കരഹ പ്ലസ് അഭി, ശങ്കരഹ അഭി എന്ന് വെച്ച് കഴിഞ്ഞാൽ ശങ്കരൻ പോലും, പരമശിവൻ പോലും, തം പരം ആ ശത്രുവിനെ, അതായത് മഹിഷാസുരനെ, അവധ്യം മത്വ എന്ന് വെച്ചാൽ വധിക്കാൻ സാധിക്കാത്തവനാണെന്ന് മനസ്സിലാക്കി, കൈലാസ പർവ്വതം യയൗ കൈലാസ പർവ്വതത്തിലേക്ക് ഓടിപ്പോയി, അല്ലെങ്കിൽ മടങ്ങിപ്പോയി. അപ്പൊ അതിന്റെ അർത്ഥം ഇതാണ്. യുദ്ധക്കളത്തിൽ നിന്നും മഹാവിഷ്ണു പേടിച്ച് ഓടിപ്പോയത് കണ്ട സാക്ഷാൽ പരമശിവനും വലിയ ഭയത്തിലായി. തനിക്ക് ആ അസുരനെ വധിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ശിവനും ഭയപ്പാടോടെ വേഗത്തിൽ തന്റെ വാസസ്ഥലമായ കൈലാസ പർവ്വതത്തിലേക്ക് ഓടിപ്പോയി. ഞാൻ പറഞ്ഞില്ലേ കണ്ടം വഴി ഓടിയെന്ന്, ഇതൊക്കെ തന്നെ മനസ്സിലായി, ഇവരുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നതാ. ഇനി 8ാമത്തെ ശ്ലോകം. ബ്രഹ്മാഭി ച നിജം ധാമ ത്വരിതഃ പ്രയയൗ ഭയാത് മഘവ വജ്രമാലംഭ്യ തസ്താവാചന മഹാബലഹ. നമുക്കൊന്ന് അന്വയിക്കാം. ബ്രഹ്മ അഭി ച എന്ന് വെച്ചാൽ ബ്രഹ്മാവ് കൂടിയും, ഭയാത്, ഭയാത് എന്ന് പറഞ്ഞാൽ ഭയപ്പെട്ട് അല്ലെങ്കിൽ പേടിച്ചുകൊണ്ട്, പേടികൊണ്ട്, ത്വരിതഃ, ത്വരിതം എന്ന് പറഞ്ഞാൽ വേഗം, വേഗത്തില്, ത്വരിതഃ നിജം ധാമ സ്വന്തം ലോകത്തേക്ക്, പ്രയയൗ ഓടിപ്പോയി, മഹാബലഹ മഹാബലവാനായ, മഘവ, മഘവ എന്ന് പറഞ്ഞ ഇന്ദ്രൻ, വജ്രം ആലംബ്യ വജ്രായുധവും കയ്യിലേന്തി, ആജൗ യുദ്ധക്കളത്തിൽ, തസ്ഥൗ, തസ്ഥൗ എന്ന് പറഞ്ഞാൽ സ്തബ്ധനായി അല്ലെങ്കിൽ പകച്ച അവസ്ഥയിലായിട്ട് നിന്നു, സ്തബ്ധനായി നിന്നു എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഇതാണ്. വിഷ്ണുവും ശിവനും ഓടിയത് കണ്ട് ഭയം ബാധിച്ച ബ്രഹ്മാവും വേഗത്തിൽ തന്റെ വാസസ്ഥലത്തേക്ക് ഓടി രക്ഷപ്പെട്ടു. ഞാൻ പറഞ്ഞില്ലേ ഇവന്മാരെല്ലാം കണ്ട വഴി ഓടി, മഹിഷാസുരന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ ഈ 3 എണ്ണവും, ത്രിമൂർത്തികളെന്ന് പറയുന്ന ഈ 3 എണ്ണവും ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. വിഷ്ണുവൊക്കെ ഓടിയ കണ്ടത്തിൽ ഇന്ന് വരെ പുല്ല് മുളച്ചിട്ടില്ല എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. സത്യമാണോന്ന് ഇവരുടെ ആൾക്കാരോട് തന്നെ ചോദിക്കണം, പക്ഷെ അങ്ങനെയാണ് പറഞ്ഞു കേൾക്കുന്നത്. ത്രിമൂർത്തികൾ ഇപ്രകാരം പേടിച്ചോടിയപ്പോൾ കയ്യിൽ വജ്രായുധവും പിടിച്ചു നിൽക്കുന്ന മഹാബലവാനായ ഇന്ദ്രൻ മാത്രം യുദ്ധക്കളത്തിൽ പകച്ചു നിന്നുപോയി. അപ്പൊ മഹിഷാസുരനെ കണ്ട് വിഷ്ണുവും ശിവനും ബ്രഹ്മാവും വരെ പേടിച്ചോടി എന്ന് കുഞ്ഞിക്കണ്ണന്റെ പ്രമാണങ്ങൾ തന്നെ വിളിച്ചു പറയുമ്പോ, എന്നെപ്പോലൊരു മനുഷ്യൻ വീട്ടിൽ കയറിയാൽ അവന്റെ ദൈവം പേടിച്ചോടും എന്ന് കുഞ്ഞിക്കണ്ണൻ പറഞ്ഞതിൽ യാതൊരു അത്ഭുതവുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിലൊന്നും നിങ്ങൾ അമ്പരക്കേണ്ട ഒരു കാര്യമില്ല, അവൻ പറഞ്ഞത് സത്യം തന്നെയാണ്. മനസ്സിലായ? ഇനി ത്രിമൂർത്തികൾ ഓടിപ്പോയെങ്കിലും ഇന്ദ്രൻ അവിടെ ഒറ്റയ്ക്ക് നിന്നല്ല. അപ്പൊ ഇന്ദ്രന് തുണയായിട്ട് വരുണനും കാലനും യക്ഷനും അഗ്നിയും ചന്ദ്രനും സൂര്യനും ഒക്കെ യുദ്ധക്കളത്തിൽ നിന്ന് ഓടിപ്പോകാതെ ഇന്ദ്രന്റെ ഒപ്പം തന്നെ വന്നു നിന്നു. അങ്ങനെ വീണ്ടും യുദ്ധം മുന്നോട്ട് പോയി. പിന്നെ കുറെയൊക്കെ യുദ്ധവർണ്ണനയാണ്. ഇനി 15 മുതൽ 22 വരെയുള്ള ശ്ലോകങ്ങൾ, അത് ഞാൻ സംസ്കൃതത്തിൽ വായിക്കുന്നൊന്നുമില്ല, മലയാള അർത്ഥം തന്നെ പറയാം. മഹാബലവാനും ഗർവിതനുമായ മഹിഷാസുരൻ അത്യുന്നതമായ പർവ്വത ശൃംഗങ്ങൾ കൊമ്പുകൾ കൊണ്ട് കുത്തിയെടുത്ത് ദേവസൈന്യങ്ങളുടെ നേർക്കെറിഞ്ഞു.
കുളമ്പുകൾ കൊണ്ട് ചവിട്ടിയും വാൽ ചുഴറ്റി വീശിയും അത്ഭുതരൂപിയായ മഹിഷാസുരൻ കോപത്തോടെ ദേവന്മാരെ ആക്രമിച്ചു. ഗന്ധർവന്മാരോടുകൂടി യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന ദേവന്മാർ അത് കണ്ട് ഭയവിഹ്വലരായി തീർന്നു. ദേവേന്ദ്രൻ മഹിഷാസുരനെ കണ്ട് തിരിഞ്ഞോടിക്കളഞ്ഞു. ശചീപതിയായ ദേവേന്ദ്രൻ യുദ്ധം വേണ്ടെന്ന് വെച്ച് പിന്തിരിഞ്ഞപ്പോൾ യമനും കുബേരനും വരുണനും എല്ലാം ഭയപ്പെട്ട് പോർക്കളം വെടിഞ്ഞു. അപ്പോൾ മഹിഷനും വിജയിച്ച മട്ടിൽ വീട്ടിലെത്തി. യുദ്ധരംഗത്ത് ഇന്ദ്രൻ വിട്ടിട്ടുപോയ ഐരാവതത്തെയും ഉച്ചൈശ്രവസെന്ന സൂര്യഹയത്തെയും പാൽ ചുരത്തുന്ന കാമധേനുവിനെയും മഹിഷൻ കൈക്കലാക്കി തന്റെ സൈന്യങ്ങളോടുകൂടി വേഗം സ്വർഗത്തേക്ക് പോകാൻ തീരുമാനിച്ചു. വേഗം ദേവലോകത്തെത്തിയ മഹിഷാസുരൻ ഭയപ്പെട്ട് ദേവന്മാർ ഉപേക്ഷിച്ചു പോയ ദേവരാജ്യം കൈവശപ്പെടുത്തി. ദേവേന്ദ്രന്റെ രമ്യമായ സിംഹാസനത്തിൽ മഹിഷാസുരൻ കയറി ഇരിപ്പായി. പിന്നെ ദേവസ്ഥാനങ്ങളിലെല്ലാം അസുരന്മാരെയും അവർ സ്ഥാപിച്ചു. ശത്രുവിനെ കണ്ട് സ്വന്തം ദേവലോകം പോലും ഉപേക്ഷിച്ചോടിപ്പോയവരാണ് കുഞ്ഞിക്കണ്ണന്റെ ദേവന്മാര്. അങ്ങനെയുള്ള അവർ എന്നെ കണ്ടാൽ പേടിച്ചോടുമെന്ന് കുഞ്ഞിക്കണ്ണൻ പറഞ്ഞതിൽ വല്ല അത്ഭുതവും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ ദ്രാവിഡനാണ്, ദ്രാവിഡനായ എന്നെ കണ്ടാൽ അവർ പേടിച്ചോടും, സ്വാഭാവികം. അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. ഇത് ഒറ്റപ്പെട്ട സംഭവമൊന്നും അല്ലാട്ട, പലവട്ടം ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഈ താരകാസുരന്റെ മുമ്പിൽ നിന്ന് ഇതുപോലെ ദേവലോകം ഉപേക്ഷിച്ച് ദേവന്മാര് പേടിച്ചോടിയിട്ടുണ്ട്. ശിവപുരാണത്തിലെ രുദ്രസംഹിതയിൽ കുമാരഖണ്ഡം അതില് ഈ താരകാസുരന്റെ ആക്രമണത്തെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ താരകാസുരനെ കണ്ടപ്പോൾ ഭയന്ന് ഉറച്ച ദേവന്മാർ ദേവലോകം ഉപേക്ഷിച്ച് ജീവനം കൊണ്ട് ഓടി വിളിക്കുകയായിരുന്നു. പിന്നീട് അവര് ബ്രഹ്മാവിന്റെ അടുത്തേക്ക് ചെന്ന് സങ്കടം പറയുന്നൊക്കെയുണ്ട്, പിന്നെ കുറെയൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും പേടിച്ചോടി എന്നുള്ളത് വസ്തുതയാണ്, അവരുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ വാത്മീകി രാമായണം ഉത്തരകാണ്ഡത്തിൽ രാവണനും ഇന്ദ്രനും തമ്മിലുള്ള യുദ്ധം വിവരിക്കുന്നുണ്ട്. രാവണന്റെ മകനായ മേഘനാഥൻ സ്വർഗത്തിന്റെ നാഥനായ ഇന്ദ്രനെ തടവിലാക്കി ലങ്കയിലേക്ക് കൊണ്ടുപോകുന്നു. അതോടെയാണ് മേഘനാഥന് ഇന്ദ്രജിത്ത് എന്നുകൂടി പേര് ലഭിക്കുന്നത്. ഇന്ദ്രനെ തടവിലാക്കിയത് കണ്ടപ്പോൾ മറ്റു ദേവന്മാർ രാവണനെ ഭയന്ന് പല ദിക്കുകളിലേക്ക് ഓടിയൊളിക്കുകയാണ് ചെയ്തത്. പിന്നെ ശിവൻ ഭസ്മാസുരന്റെ മുമ്പിൽ നിന്ന് ജീവനം കൊണ്ട് ഓടിയൊളിക്കാൻ നോക്കിയ കഥ അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. സ്വന്തം ഇരിപ്പിടം പോലും സംരക്ഷിക്കാൻ കഴിയാതെ അസുരന്മാരെ കാണുമ്പോൾ പേടിച്ച് മുതുകും കാണിച്ച് ഓടിയ ഈ ദേവന്മാരുടെ അതേ പാരമ്പര്യം തന്നെയാണ് എന്നെപ്പോലെയുള്ള മനുഷ്യരെ കാണുമ്പോൾ ഇറങ്ങി ഓടുന്ന കുഞ്ഞിക്കണ്ണന്റെ ദൈവത്തിനും ഉള്ളത് എന്നാണ് കുഞ്ഞിക്കണ്ണൻ പറഞ്ഞത്. മനസ്സിലായി? ആ കമന്റിൽ കുഞ്ഞിക്കണ്ണൻ പറഞ്ഞതിന്റെ സാരം അതാണ്. ഇനി ചരിത്രത്തിലേക്ക് വന്നാലോ? ചരിത്രത്തിലേക്ക് വന്നാൽ ഇന്ത്യയിലെ ദളിതരുടെയും അവർണരുടെയും ചരിത്രം സവർണന്റെ ഈ ദുർബലമായ ദൈവസങ്കല്പത്തെ നഗ്നമായി തുറന്നു കാട്ടുന്നതാണ്. നൂറ്റാണ്ടുകളോളം ഇന്ത്യയിൽ നിലനിന്നിരുന്ന അയിത്തം എന്ന പ്രാകൃത വ്യവസ്ഥിതി, അതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ഓർത്തു നോക്കിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഒരു ഈഴവനോ പുലയനോ പറയനോ അമ്പലത്തിന്റെ അടുത്തെത്തുമ്പോൾ വഴിമാറി നടന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ നിഴൽ അവരതിനടുത്ത് കൂടെ പോയിട്ട് അവരുടെ നിഴൽ അമ്പലമതിലിൽ വീണാൽ അമ്പലത്തിലെ വിഗ്രഹത്തിന്റെ ചൈതന്യം നഷ്ടപ്പെടുമായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അമ്പലത്തിലെ ആ വിഗ്രഹം ഉണ്ടല്ലോ, ആ വിഗ്രഹത്തിന്റെ ചൈതന്യം പോകും, വിഗ്രഹം നിർജ്ജീവമാകും, അതിന്റെ ജീവൻ അതിനുള്ളിൽ പോയി നിർജ്ജീവമായിട്ട് തീരുമെന്ന ഇവരുടെ വിശ്വാസം. അമ്പലമതിലിന് പുറത്തുകൂടി അവർണർ നടന്നാൽ അശുദ്ധനാകുന്ന ഒരു ദളിതൻ തീണ്ടാപ്പാടകലെ വന്നാൽ ശക്തി ചോർന്നു പോകുന്നത്ര ദുർബലരായ ദൈവങ്ങളെ ഇവർക്കുള്ളൂ. ഈ കുഞ്ഞിക്കണ്ണനും ടീമിനും ഉള്ള ദൈവങ്ങൾ അങ്ങനെയുള്ളതാ. മനസ്സിലായ? ഒരു മനുഷ്യന്റെ വിയർപ്പിനോ നിഴലിനോ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്തത്ര ദുർബലരായിരുന്നു സർവശക്തർ എന്ന് ഇവന്മാര് പറയുന്ന ഇവരുടെ ദൈവങ്ങൾ. അത്രയും ദുർബലരായിരുന്നു. അങ്ങനെയുള്ള ദൈവങ്ങൾ യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അതൊക്കെ ഒരു സാങ്കല്പിക ദൈവങ്ങൾ മാത്രമാണ്. മനസ്സിലായ? സാങ്കല്പിക ദൈവങ്ങൾ മാത്രം, അല്ലാതെ യഥാർത്ഥത്തിലുള്ളവയല്ല, സത്യദൈവങ്ങളെ അല്ല. വിയർപ്പൊഴുക്കി അധ്വാനിക്കുന്ന മനുഷ്യന്റെ സാന്നിധ്യം അടുത്തേക്ക് വന്നാൽ ഭയന്നോടുന്ന ആ ദൈവസങ്കല്പം സവർണന്റെ ജാതിവെറിയുടെയും അവന്റെ അരക്ഷിതാവസ്ഥയുടെയും സൃഷ്ടി മാത്രമായിരുന്നു. വൈക്കം സത്യാഗ്രഹത്തെയും ഗുരുവായൂർ സത്യാഗ്രഹത്തെയൊക്കെ കുറിച്ച് ആളുകൾ പറയുമ്പോൾ അത് അയിത്തം ലംഘിക്കാൻ വേണ്ടിയുള്ള സമരങ്ങളായിട്ടാണ് പറയാറുള്ളത്. പൊതുവെ അങ്ങനെയാണ് നമ്മളെയൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ അത് മാത്രമായിരുന്നില്ല. ഒരു ദളിതൻ വഴി നടന്നാൽ ചൈതന്യം നഷ്ടപ്പെട്ടു പോകുന്ന ഇത്തരം ദുർബലമായ സവർണ ദൈവസങ്കല്പങ്ങളുടെ പൊള്ളത്തരം പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടാൻ വേണ്ടി കൂടിയായിരുന്നു ആ സമരങ്ങൾ എന്ന് നാം ഇനിയെങ്കിലും മനസ്സിലാക്കണം. അദ്വൈത വേദാന്തം പ്രസംഗിച്ച് സാക്ഷാൽ ശങ്കരാചാര്യർക്ക് കാശിയിൽ വെച്ചുണ്ടായ ഒരു അനുഭവമുണ്ട്.
ഈ ഗംഗയിൽ കുളിച്ച് ശുദ്ധനായി വരുന്ന ശങ്കരാചാര്യർക്ക് മുന്നിൽ ഒരു ചണ്ടാലം വന്ന് നിൽക്കുകയാണ്. അപ്പൊ അശുദ്ധി ഭയന്നിട്ട് ഈ ശങ്കരാചാര്യർ പറയും, വഴിമാറിപ്പോ എന്ന് പറയുന്നു. അപ്പൊ ആ സമയത്ത് ശങ്കരാചാര്യരോട് ചണ്ടാലൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അന്നമയമായ ഈ ശരീരമാണോ അതോ സർവ്വവ്യാപിയായ ആത്മാവാണോ വഴിമാറേണ്ടത് എന്ന്. ഒരു മനുഷ്യന്റെ സാന്നിധ്യം കൊണ്ട് അശുദ്ധമാകുന്ന അവർണനെ പേടിച്ചോടുന്ന ദൈവങ്ങൾ വെറും പൊള്ളയാണെന്നും അത് സവർണന്റെ വെറും ഭാവന മാത്രമാണെന്നും ആ ഒരൊറ്റ ചോദ്യത്തിൽ നിന്ന് വ്യക്തമാണ്. അതുകൊണ്ട് കുഞ്ഞിക്കണ്ണ, ഇവറ്റകളെ വീട്ടിൽ കയറ്റിയാൽ ദൈവം ഇറങ്ങിപ്പോകും എന്ന നിന്റെ വാചകം വെറും ഒരു വാക്കല്ല എന്ന് എനിക്കറിയാം. അത് നൂറ്റാണ്ടുകളായി നിന്റെയൊക്കെ തലച്ചോറിൽ വേരുറച്ചുപോയ സവർണ ജാതിബോധത്തിന്റെയും ഐത്തത്തിന്റെയും തികട്ടിവരലാണ്. മനുഷ്യനെ കണ്ട് പേടിച്ചോടുന്ന ഈ ദൈവം വാസ്തവത്തിൽ നിന്റെയൊക്കെ ഉള്ളിലെ ജാതിവെറിയുടെ ഭയമാണ്. ആ ഭയത്തെയാണ് ഞങ്ങൾ ഇന്നും ചോദ്യം ചെയ്യുന്നത്. ശൂദ്രരും അവർണരും ദളിതരും മാത്രമല്ല, ഈ പറയുന്ന സവർണ ദൈവങ്ങൾക്ക് സ്ത്രീകളെയും വലിയ പേടിയാണ്. ആർത്തവമുള്ള ഒരു സ്ത്രീ, അവളിനി സവർണ സ്ത്രീ ആണെങ്കിൽ കൂടി അമ്പലത്തിന്റെ പരിസരത്ത് വന്നാൽ അശുദ്ധിയാകുമോ എന്ന് ഭയന്ന് വിറയ്ക്കുന്നവരാണ് ഈ പറയുന്ന കുഞ്ഞിക്കണ്ണന്റെ ദൈവങ്ങൾ. അതായത് പ്രപഞ്ചം സൃഷ്ടിച്ചു എന്നിവർ അവകാശപ്പെടുന്ന ഇവരുടെ ദൈവം ഒരു സ്ത്രീയുടെ സ്വാഭാവികമായ ജൈവിക പ്രക്രിയയ്ക്ക് മുന്നിൽ പോലും അശുദ്ധനാകാൻ മാത്രം ദുർബലനാണ് എന്ന് ചുരുക്കം. ഇനി കുഞ്ഞിക്കണ്ണൻ സവർണ സായിപ്പ് എന്നും പറഞ്ഞ് പുച്ഛിച്ചു തള്ളിയ യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലെ ഒരു സംഭവം ബൈബിളിൽ നിന്നെടുത്ത് ഞാൻ പറയാം. 12 വർഷമായി തുടർച്ചയായ രക്തസ്രവം ബാധിച്ച് കഷ്ടപ്പെട്ടിരുന്ന ഒരു സ്ത്രീയുടെ ചരിത്രം പുതിയ നിയമത്തിൽ പറയുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 25 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ. അപ്പൊ അന്നത്തെ യഹൂദ നിയമപ്രകാരം രക്തസ്രവമുള്ളവൾ അശുദ്ധയാണ്. രക്തസ്രവം നിലയ്ക്കുന്നതുവരെ അവൾ സമൂഹത്തിൽ നിന്ന് അകന്നു നിൽക്കേണ്ടവളാണ്. എന്നാൽ യേശുക്രിസ്തുവിനെ കുറിച്ച് കേട്ട അവൾ ആൾക്കൂട്ടത്തിനിടയിലൂടെ വന്ന് ആരും അറിയാതെ യേശുക്രിസ്തുവിന്റെ വസ്ത്രത്തിന്റെ വിളിമ്പിൽ തൊടുകയാണ്. അത് അവളുടെ വിശ്വാസമാണ്. അവന്റെ വസ്ത്രത്തിന്റെ വിളിമ്പ്, അതിന്റെ ആ ഒരു അറ്റത്തെങ്കിലും ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ എന്റെ അസുഖം മാറും എന്നുള്ളത് അവളുടെ വിശ്വാസമാണ്. 12 വർഷമായിട്ട് അവൾ ധാരാളം വൈദ്യന്മാരെ കാണുന്നുണ്ട്. അവളുടെ മുതലെല്ലാം അതിനുവേണ്ടി ചെലവഴിച്ച് കളഞ്ഞു. സമ്പാദ്യം മുഴുവൻ തീർത്തു ചികിത്സയ്ക്ക് വേണ്ടി മാത്രം. എന്നിട്ടും മാറിയിട്ടില്ല. അപ്പോഴാണ് യേശുക്രിസ്തുവിനെ കുറിച്ച് അവൾ കേട്ടിട്ട് അവളുടെ ആ ഭാഗത്തുകൂടെ, ആ ഏരിയയിൽ കൂടെ യേശുക്രിസ്തു നടന്നു പോയപ്പോ ആൾക്കൂട്ടം നിറയുണ്ട്. ആൾക്കൂട്ടത്തിനിടയിൽ കൂടെ പോയിട്ട് യേശുക്രിസ്തുവിന്റെ വസ്ത്രത്തിൽ തൊടുകയാണ്. ക്ഷണത്തിൽ അവളുടെ രക്തസ്രവം നിന്നു, ബാധ മാറി, താൻ സ്വസ്ഥയായി എന്നവൾ ശരീരത്തിൽ അറിഞ്ഞു. അങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെയാണ് യഥാർത്ഥ വ്യത്യാസം കിടക്കുന്നത്. സമൂഹത്തിന്റെ നിയമപ്രകാരം അശുദ്ധയായ ഒരു സ്ത്രീ തന്നെ വന്ന് തൊട്ടപ്പോ, അയ്യോ എന്റെ ചൈതന്യം പോയേ, ഞാൻ അശുദ്ധനായേ എന്ന് നിലവിളിച്ച് കണ്ടം വഴി ഓടുകയായിരുന്നില്ല യേശുക്രിസ്തു ചെയ്തത്. രക്തസ്രാവമുള്ളവൾ യേശുക്രിസ്തുവിനെ തൊട്ടപ്പോൾ യേശുക്രിസ്തു അശുദ്ധനായില്ല. പകരം അവളുടെ ആ രക്തസ്രാവമൊക്കെ നിന്ന് അവൾ തന്റെ ശരീരത്തിൽ ആ അസുഖം മാറി എന്നുള്ളത് അവൾ അറിഞ്ഞു. യേശുക്രിസ്തുവിനെ അശുദ്ധനാക്കാൻ ആർക്കും സാധിക്കില്ല. കാരണം യേശുക്രിസ്തു പരിശുദ്ധനാണ്. അതുകൊണ്ടാ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധി എന്നത് ബാഹ്യമായ ഒന്നിനും നശിപ്പിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള പരിശുദ്ധിയാണ്. കാരണം അവൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന സാക്ഷാൽ ദൈവമാണ്, പരിശുദ്ധനായിരിക്കുന്ന ദൈവം. ഈ പ്രപഞ്ചത്തിലുള്ള യാതൊന്നിനും യേശുക്രിസ്തുവിനെ അശുദ്ധനാക്കാൻ കഴിയില്ല. മനസ്സിലായ? യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം അശുദ്ധികളെ ഇല്ലാതാക്കും. അതായത് യേശുക്രിസ്തു വെളിച്ചമാണ്, ഇരുട്ടിനെ വെളിച്ചം ഇല്ലാതാക്കുന്നത് പോലെ അശുദ്ധമായ എന്തിനേയും യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം ശുദ്ധീകരിക്കും. അതുകൊണ്ട് കുഞ്ഞിക്കണ്ണ, ഒരു മനുഷ്യൻ വീട്ടിൽ കയറുമ്പോഴേക്കും, അല്ലെങ്കിൽ ഒരു സ്ത്രീ, ആർത്തവമുള്ള ഒരു സ്ത്രീ പടി കടന്നു വരുമ്പോഴേക്കും അയ്യോ അശുദ്ധനായി പോകുമോ എന്ന് പേടിച്ച് പിൻവാതിലിലൂടെ ഇറങ്ങി ഓടുന്ന നിന്റെയൊക്കെ ദുർബലമായ ദൈവസങ്കല്പവും അശുദ്ധരെന്ന് സമൂഹം മാറ്റി നിർത്തിയവരെ ചേർത്ത് പിടിച്ച് ശുദ്ധീകരിച്ച യേശുക്രിസ്തുവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ സംഖ്യയായിരിക്കുന്നിടത്തോളം കാലം നിനക്ക് കഴിയുമെന്ന് എനിക്കൊരു പ്രതീക്ഷയുമില്ല. മനസ്സിലായി? അതുകൊണ്ട് ഞാൻ നിന്നെ പ്രത്യേകിച്ചൊന്നും ഉപദേശിക്കുന്നില്ല. ഉപദേശിച്ചാലും നിനക്കത് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. അടുത്തത് കുഞ്ഞിക്കണ്ണൻ പറയുന്നത് ഈ സവർണ സായിപ്പിന്റെ മതം എന്നാണ്. അതൊരു മഹത്തായ കണ്ടുപിടുത്തമാണ്. സംഘപരിവാർ IT സെല്ലിൽ നിന്നും വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ നിന്നും മാത്രം ചരിത്രം പഠിക്കുന്ന ഒരു ശരാശരി സംഖ്യയുടെ വിവരക്കേടിന്റെ ആഴം ഈ ഒരൊറ്റ വരിയിലുണ്ട്. ലോക ചരിത്രത്തെക്കുറിച്ച് യാതൊരു ചുക്കും ചുണ്ണാമ്പും അറിയാത്തവർ സ്വന്തം തലയിലെ ജാതിവെറിയുടെ അളവുകോല് വെച്ച് ലോകത്തെ അളക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇത്തരം അബദ്ധങ്ങൾ ജനിക്കുന്നത്.
നമുക്ക് ഈ സവർണ സായിപ്പ് എന്ന വാക്കിനെ ഒന്ന് പരിശോധിച്ച് നോക്കാം. ക്രിസ്ത്യാനിറ്റി യൂറോപ്പിലെ സായിപ്പന്മാർ ഉണ്ടാക്കിയതാണെന്നാണ് ഈ വിവരദോഷികളുടെ ധാരണ. യേശുക്രിസ്തു ജനിച്ചതും ജീവിച്ചതും മരിച്ചതും ഉയർത്തെഴുന്നേറ്റതും യൂറോപ്പിലല്ല സംഖ്യകളെ, ഏഷ്യ വൻകരയുടെ ഭാഗമായ മിഡിൽ ഈസ്റ്റിലാണ്, അതായത് ഇന്നത്തെ ഇസ്രായേലിലാണ്. യേശുക്രിസ്തു യൂറോപ്പിലേക്ക് പോയിട്ട് പോലുമില്ല. കുട്ടിക്കാലത്ത് യേശുക്രിസ്തു ആഫ്രിക്കയിലേക്ക് പോയിട്ടുണ്ട്, ഈജിപ്ത് ആഫ്രിക്കയിലാണല്ലോ. അപ്പൊ ആഫ്രിക്കയിൽ പോയിട്ടുണ്ട്. പക്ഷെ യൂറോപ്പിലേക്ക് ഒരു കാലത്ത് യേശുക്രിസ്തു പോയിട്ടില്ല. യേശുക്രിസ്തു വെളുത്ത തൊലിയും നീല കണ്ണുകളുമുള്ള ഒരു യൂറോപ്യൻ സായിപ്പ് ആയിരുന്നില്ല. മറിച്ച് തവിട്ട് നിറമുള്ള ഒരു സാധാരണ മിഡിൽ ഈസ്റ്റേൺ യഹൂദനായിരുന്നു. മിഡിൽ ഈസ്റ്റിലൊക്കെ കാണുന്ന ആ വെയിൽ കൊണ്ട് ചർമ്മം കരുവാളിച്ചിരിക്കുന്ന അങ്ങനത്തെ ഒരു യഹൂദൻ, അത്രയേ ഉള്ളൂ. ഈ യൂറോപ്പിലെ ചിത്രകാരന്മാര് പിന്നീട് വരച്ചു വെച്ച ചിത്രങ്ങൾ കണ്ട് യേശുക്രിസ്തു സായിപ്പാണെന്ന് വിശ്വസിക്കുന്ന ഈ ചാണക സംഖ്യകളോട് നമ്മൾ എന്ത് ചരിത്രം പറയാനാണ്? എന്ത് പറഞ്ഞിട്ടൊരു പ്രയോജനവും ഇല്ല. ഇനി സവർണൻ എന്ന പ്രയോഗത്തിലേക്ക് വരാം. അവൻ പറഞ്ഞല്ലോ സവർണ സായിപ്പ് എന്നുള്ളത്. ആരാണ് സവർണൻ? ആര്യബ്രാഹ്മണ മതത്തിലെ 4 വർണ്ണങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ഉൾപ്പെട്ടവനാണ് സവർണൻ. വർണ്ണത്തോട് കൂടിയവൻ അല്ലെങ്കിൽ വർണ്ണത്തിൽ ഉൾപ്പെട്ടവൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഈ 4 എണ്ണത്തിൽ ഉൾപ്പെടാത്തവൻ അവർണൻ, അതായത് വർണ്ണമില്ലാത്തവൻ. ഇത്തരം നികൃഷ്ടമായ മനുഷ്യ വിഭജനം ഈ ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിന് പുറത്തെങ്ങും മനുഷ്യരെ ഇങ്ങനെ വർണ്ണങ്ങളെന്നും പറഞ്ഞ് വിഭജിച്ചിരുന്നില്ല. സമ്പത്തിന്റെ അടിസ്ഥാനത്തിലും മറ്റുമൊക്കെ വിഭജിച്ചിട്ടുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷേ വർണ്ണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിഭജനം വേറെ ഒരു സമൂഹത്തിലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇസ്രായേലിലാകട്ടെ, യൂറോപ്പിലാകട്ടെ, ആഫ്രിക്കയിലാകട്ടെ, എവിടെയാകട്ടെ അവിടെ ഒന്നും ജീവിച്ചിരുന്ന ആൾ സവർണനായിരുന്നു എന്ന് തലയ്ക്ക് വെളിവും വെള്ളിയാഴ്ചയുമുള്ള ഒരാളും പറയില്ല. മനസ്സിലായ? ഇനിയിപ്പോ വർണ്ണത്തോട് കൂടിയവൻ എന്ന ഉദ്ദേശത്തിലല്ല ഇപ്പൊ ഇന്നത്തെ കാലത്തൊക്കെ പലപ്പോഴും ആ വാക്ക് ഉപയോഗിക്കുന്നത്. അധികാരവും പണവും സാംസ്കാരികാധിപത്യവും സമൂഹത്തിലെ ഉന്നത സ്ഥാനവും ഉള്ളവൻ എന്നർത്ഥത്തിലാണ്. അങ്ങനെയുള്ളവനെയും സവർണരെന്ന് വിളിക്കാറുണ്ട്. ഇപ്പൊ ക്രിസ്ത്യാനികൾ, നമുക്കറിയാം ക്രിസ്ത്യാനിറ്റിയിൽ ഇങ്ങനെയുള്ള തട്ടായിട്ടുള്ള വിഭജനങ്ങളൊന്നുമില്ല. മനുഷ്യരെല്ലാവരും തുല്യരാണെന്നാണ് ക്രിസ്ത്യാനിറ്റിയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നത്. യഹൂദനെന്നോ യവനനെന്നോ ദാസനെന്നോ സ്വതന്ത്രനെന്നോ സ്ത്രീയെന്നോ പുരുഷനെന്നുള്ള വ്യത്യാസമില്ല, എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാകുന്നു എന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ പോലും ഇന്ന് സവർണ ക്രിസ്ത്യാനി എന്നൊക്കെ വിളിക്കാറുണ്ട് ആളുകൾ. അത് ഈ വർണ്ണത്തിൽ ഉൾപ്പെട്ടവരെന്നുള്ള അർത്ഥത്തിലല്ല, ഞാൻ ഈ പറഞ്ഞ വിധത്തിലാണ്. സാംസ്കാരികാധിപത്യവും സമൂഹത്തിലെ ഉന്നത സ്ഥാനവും അതുപോലെ അധികാരവും പണവും ഒക്കെ ഉള്ള ആളെന്നുള്ള നിലയിലൊക്കെ അങ്ങനെയൊക്കെ വിളിക്കാറുണ്ട്. ഇനിയിപ്പോ ആ അർത്ഥത്തിലാണ് ഇവന്മാര് സവർണൻ എന്ന് പറഞ്ഞിരിക്കുന്നതെങ്കിൽ അതും തെറ്റാണ്. യേശുക്രിസ്തു ആരായിരുന്നു എന്ന് ചരിത്രം ഒന്നെടുത്ത് വായിച്ചു നോക്കിയാൽ മതി. യേശുക്രിസ്തുവിന്റെ ജീവചരിത്രം ഉണ്ടല്ലോ, അതൊന്ന് വായിച്ചു നോക്കിയാൽ മതി. അന്നത്തെ സാമ്രാജ്യത്വ ശക്തികളായ റോമാക്കാരുടെ അടിച്ചമർത്തലുകൾക്ക് കീഴിൽ ജീവിച്ച ഒരു സാധാരണ മരപ്പണിക്കാരനായ മകൻ. നാട്ടുകാരെന്നെ ചോദിക്കുന്നുണ്ട്, ഇവനാ തച്ചന്റെ മകനല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. വേറെ ഇടത്താണെന്നുണ്ടെങ്കിൽ ഇവനാ തച്ചനല്ലേ എന്നും ചോദിക്കുന്നു. അപ്പൊ യേശുക്രിസ്തു ആ പണി എടുത്തു എന്നാണ് മനസ്സിലാകുന്നത്. അതോടൊപ്പം തന്നെ തച്ചന്റെ മകൻ എന്നുള്ള കാര്യം ബൈബിൾ പറയുന്നു. അപ്പൊ പണിയായുധങ്ങൾ പിടിച്ച് തഴമ്പിച്ച കൈകളുള്ള അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന്റെ പ്രതിനിധിയായിരുന്നു യേശുക്രിസ്തു. ആരാലും സഹായിക്കാനില്ലാതെ കുരിശിൽ മരിച്ചവൻ. അങ്ങനെയുള്ള ഒരാൾ എങ്ങനെയാണ് സംഖ്യകൾ പറയുന്നത് പോലെ സവർണനാകുന്നത്? അധികാരവും പണവും സമൂഹത്തിലെ ഉന്നത സ്ഥാനവും അതുപോലെ സാംസ്കാരിക ആധിപത്യവും ഒക്കെ പുലർത്തുന്ന ഒരുത്തനായിട്ട് എങ്ങനെയാണ് യേശുക്രിസ്തുവിനെ നമുക്ക് കാണാൻ സാധിക്കുക? ഒരിക്കലും നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കുകയില്ല. ഇനി യേശുക്രിസ്തുവിന്റെ കൂടെ നടന്ന ആൾക്കാരോ? ആ പാവപ്പെട്ട മുക്കുവരും ചുങ്കക്കാരും സമൂഹത്തിൽ കുഷ്ഠരോഗികളെന്നും വേശ്യകളെന്നും മുദ്രകുത്തി മാറ്റി നിർത്തപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട മാർജിനലൈസ് ചെയ്യപ്പെട്ട ആൾക്കാര്. അങ്ങനെയുള്ളവരാണ് യേശുക്രിസ്തുവിന്റെ ശിഷ്യവൃന്ദത്തിൽ അധികവും ഉണ്ടായിരുന്നത്. സത്യത്തിനു വേണ്ടി നിലകൊണ്ടതിനും അധികാരവർഗം കുരിശിലേറ്റിക്കൊന്ന ഒരു വിപ്ലവകാരിയെ നോക്കിയാണ് കേരളത്തിലെ ചാണകസംഖ്യകൾ ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയുടെ കണ്ണട വച്ച് സവർണൻ എന്ന് വിളിക്കുന്നത്. യേശുക്രിസ്തുവിനെ സവർണൻ എന്ന് വിളിക്കുന്നത്. ഇതിലും വലിയ ചരിത്രപരമായിട്ടുള്ള ഒരു ദുരന്തം വേറെയുണ്ടോ? വാസ്കോഡഗാമയും ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും അങ്ങനെയുള്ള യൂറോപ്യൻ സായിപ്പന്മാര് കപ്പൽ കയറി ഇന്ത്യയിൽ എത്തുന്നതിനും എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ, കൃത്യമായി പറയുകയാണെങ്കിൽ AD 1-ാം നൂറ്റാണ്ടിലോ അല്ലെങ്കിൽ 2-ാം നൂറ്റാണ്ടിലോ ആ സമയത്ത് തന്നെ ക്രിസ്ത്യാനിറ്റി കേരളത്തിൽ എത്തിയിട്ടുണ്ട് എന്ന സാമാന്യ ചരിത്രം പോലും കുഞ്ഞിക്കണ്ണനെ പോലുള്ളവർക്ക് അറിയില്ല. 7-ാം നൂറ്റാണ്ടിൽ
വിന്ധ്യപർവ്വതം കടന്ന് ബ്രാഹ്മണർ കേരളത്തിലേക്ക് വരുന്നതിനും ഇവരുടെയൊക്കെ സവർണ ജാതി സങ്കല്പങ്ങളും നിയമങ്ങളും ഇവിടെ രൂപപ്പെടുന്നതിനും 5 നൂറ്റാണ്ടുകൾക്ക് മുൻപേ, അഥവാ അര സഹസ്രാബ്ദത്തിനു മുമ്പേ തന്നെ കേരളത്തിൽ ക്രിസ്ത്യാനിറ്റി എത്തിയിട്ടുണ്ട്. മനസ്സിലായ? ചുരുക്കത്തിൽ ലോകചരിത്രമോ ഭൂമിശാസ്ത്രമോ ക്രിസ്തുവിന്റെ ജീവിതമോ ഇന്ത്യയുടെ ചരിത്രമോ ഇതിന് കേരളത്തിന്റെ പോലും ചരിത്രമോ അറിയാത്ത ആൾക്കാരാണ് ഈ സംഖ്യകൾ. സ്വന്തം തലച്ചോറിലെ സവർണ അവർണ മാലിന്യങ്ങൾ ലോകം മുഴുവൻ വാരിയെറിയാൻ അവർ ശ്രമിക്കുന്നതിന്റെ നേർചിത്രമാണ് ആ കമന്റ്. പിന്നെ കുഞ്ഞിക്കണ്ണൻ എന്നെ വിളിച്ചിരിക്കുന്ന പേര് നിങ്ങൾ ശ്രദ്ധിച്ചു? പെന്തക്കോസ്ത് ഭീകരൻ എന്നാണ് കുഞ്ഞിക്കണ്ണൻ എന്നെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. പെന്തക്കോസ്ത് എന്ന് പോലും പറയാൻ അറിഞ്ഞുകൂടാ. ഇതൊക്കെയാണ് ഇവരുടെ നിലവാരം. പെന്തക്കോസ്ത് ഭീകരൻ എന്ന്. ആശയങ്ങൾ വെച്ചുകൊണ്ട് ആശയങ്ങളോട് സംവദിക്കാൻ കഴിവില്ലാതെ വരുമ്പോൾ, സ്വന്തം വാദങ്ങളുടെ പൊള്ളത്തരം തുറന്നു കാട്ടപ്പെടുമ്പോൾ, ഈ ചാണക സംഖ്യകൾ ആദ്യം പുറത്തെടുക്കുന്ന ആയുധമാണ് വ്യക്തിഹത്യയും ചാപ്പുകുത്തലും. അതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഈ പെന്തക്കോസ്ത് ഭീകരൻ എന്നുള്ള വിളി. എന്തെങ്കിലും ഒരു വിഷയത്തിൽ ചരിത്രപരമായ തെളിവുകളോ യുക്തിയോ നിരത്തി സംസാരിച്ചാൽ അതിന് കൃത്യമായ മറുപടി പറയാൻ ഇവരുടെ കയ്യിൽ ഡാറ്റയൊന്നുമില്ല, വിവരങ്ങളെ ഒന്നുമില്ല, ഇൻഫർമേഷൻസ് ഒന്നുമില്ല ഇവരുടെ കയ്യിൽ. കാരണം വായനാശീലമില്ല. ഇനി തലയ്ക്കുള്ളിലാണെങ്കിലോ ബുദ്ധിയോ ബോധമോ ഇല്ല. ആകെ അറിയാവുന്ന ജോലി ഷൂനക്കല് മാത്രമാണ്. അല്ലാതെ ഒരു ഭൗതിക സംവാദം നടത്താനുള്ള കെൽപ്പ് ഇവന്മാർക്ക് അല്പം പോലും ഇല്ല. അപ്പൊ പിന്നെ രക്ഷപ്പെടാനുള്ള ഏക വഴി എതിർവശത്ത് നിൽക്കുന്നയാളെ ഭീകരൻ, രാജ്യദ്രോഹി എന്നൊക്കെ ചാപ്പ് കുത്തുക എന്നുള്ളതാണ്. സംഘി പ്രൊഫൈലുകളുടെ ഒരു സ്ഥിരം ടെംപ്ലേറ്റ് ആണിത്. ഒരാളെ ഭീകരനായി പ്രഖ്യാപിച്ചാൽ പിന്നെ അവൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടതില്ല എന്ന ഗൂഢബുദ്ധിയാണ് ഇതിന്റെ പുറകിലുള്ളത്. വാസ്തവത്തിൽ ഇത് അവരുടെ കഴിവുകേടിന്റെയും ഭയത്തിന്റെയും ദൃശ്യമായ ലക്ഷണങ്ങളാണ്. ചോദ്യങ്ങൾ ചോദിക്കുകയും യുക്തിസഹമായി സംസാരിക്കുകയും ചരിത്ര വസ്തുതകൾ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നവരെ സംഘികൾക്ക് വലിയ ഭയമാണ്. കാരണം കാലങ്ങളായി ഇവർ കെട്ടിപ്പൊക്കിയ നുണകളുടെയും വ്യാജ ചരിത്ര നിർമ്മിതികളുടെയും കോട്ടകൾ കൃത്യമായ തെളിവുകളോടെയുള്ള ചോദ്യങ്ങൾക്ക് മുന്നിൽ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുമെന്ന് സംഘികൾക്കറിയാം. അതിനാൽ സംവാദങ്ങളെ വ്യക്തിഹത്യയിലേക്ക് വഴിതിരിച്ചു വിടുക എന്നത് ഇവരുടെ ഒരു പ്രത്യേക അജണ്ടയാണ്. കുഞ്ഞിക്കണ്ണൻ പ്രതിനിധീകരിക്കുന്നത് ഭയന്ന് വിറയ്ക്കുന്ന ആ ഒരു കൂട്ടം ആളുകളെയാണ്. എന്തായാലും ഈ ഒരൊറ്റ കമന്റിലൂടെ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഇത്തരം ആളുകളുടെ ഉള്ളിലെ വിദ്വേഷത്തെക്കാൾ വളരെ വലുതാണ് അവരുടെ വിവരക്കേട്. സ്വന്തം വാദങ്ങൾ ജയിക്കാൻ വേണ്ടി താൻ ആരാധിക്കുന്ന ദൈവത്തെ പോലും മനുഷ്യനെ കണ്ടാൽ ഭയന്നോടുന്നവനാക്കി മാറ്റുന്ന തങ്ങളുടെ യുക്തിരാഹിത്യത്തെ കുറിച്ചൊന്ന് സാമാന്യമായി ചിന്തിക്കാൻ പോലും അവരുടെ തലച്ചോറ് അവരെ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഹിന്ദുക്കൾ ആരെയും മതം മാറ്റാൻ നടക്കാറില്ല എന്ന് സംഘപരിവാർ പ്രൊഫൈലുകൾ വലിയ വായിൽ അഹങ്കരിച്ച് പറയാറുണ്ട്. എന്തുകൊണ്ടാണ് അവർ തങ്ങളുടെ ദൈവങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് പ്രസംഗിക്കാത്തതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതിന്റെ ഉത്തരം വളരെ ലളിതമാണ്. നാട്ടുകാരുടെ മുന്നിൽ നെഞ്ചു വിരിച്ചു നിന്ന് പറയാൻ കൊള്ളുന്ന ഒരു ദൈവം പോലും അവർക്കില്ല. അതാണ് കാരണം. 30 കോടി ദൈവങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമാണുള്ളത്? അധ്വാനിക്കുകയും വിയർപ്പൊഴുക്കുകയും ചെയ്യുന്ന സാധാരണക്കാരായ മനുഷ്യന്റെ സാന്നിധ്യത്തെ ഭയപ്പെടുന്നവരാണ് അവരുടെ ദൈവങ്ങൾ. ചോദ്യങ്ങൾ ചോദിക്കുന്ന മനുഷ്യരെ ഇവർക്കും ഇവരുടെ ദൈവങ്ങൾക്കും പേടിയാണ്. ഒരു സാധാരണ മനുഷ്യൻ മുൻവാതിലിലൂടെ കയറി വരുമ്പോൾ അശുദ്ധി ഭയന്ന് പിൻവാതിലിലൂടെ ഇറങ്ങി ഓടുന്ന ഈ ദുർബല ദൈവങ്ങളെ കുറിച്ച് ഇവർ എങ്ങനെയാണ് ലോകത്തോട് പ്രസംഗിക്കുക? അസുരന്മാരെ കണ്ട് പേടിച്ചോടിയ, ദളിതന്റെ നിഴലേറ്റാൽ ശക്തി ചോർന്നു പോകുന്ന, ആർത്തവമുള്ള സ്ത്രീകളെ ഭയക്കുന്ന ദൈവങ്ങളെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചാൽ ബുദ്ധിയും ബോധവുമുള്ള മനുഷ്യർ പുച്ഛിച്ചു തള്ളും എന്നിവർക്ക് നന്നായി അറിയാം. ആ അപകർഷബോധം കൊണ്ടാണ് തങ്ങളുടെ ദൈവങ്ങളെ ഇവർ അമ്പലമതിലുകൾക്കുള്ളിൽ തന്നെ ഒളിച്ചു വെക്കുന്നത്. മറുവശത്ത് ക്രിസ്ത്യാനികൾക്ക് ആകെ ഒരു ദൈവമേ ഉള്ളൂ, 30 കോടിയൊന്നുമില്ല. പക്ഷെ ആ ഒരു ദൈവം ഉണ്ടല്ലോ ലോകത്തിന്റെ ഏതു കോണിലും, ഏതൊരു മനുഷ്യന്റെ മുമ്പിലും, ഏത് സദസ്സിലും അഭിമാനത്തോടെ പ്രസംഗിക്കാൻ കൊള്ളാവുന്നവരാണ്. അതുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ ലോകം മുഴുവൻ നടന്ന് തങ്ങളുടെ ദൈവത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. ഇരുട്ടിൽ ഒളിച്ചിരിക്കുന്ന ദൈവങ്ങളെയല്ല, മറിച്ച് ലോകത്തിന്റെ വെളിച്ചമായവനെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. യേശുക്രിസ്തു മനുഷ്യവർഗത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ലോകചരിത്രത്തിൽ ദൈവങ്ങളെന്ന് അവകാശപ്പെടുന്ന മറ്റേതെങ്കിലും ഒന്നിന് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ കുറെ മതങ്ങളും അതിൽ ഇഷ്ടംപോലെ ദൈവങ്ങളും ഉണ്ടല്ലോ ലോകത്ത്. ഈ ദൈവങ്ങളെ മുഴുവനും എടുക്ക്. യേശുക്രിസ്തു ചെയ്തതുപോലെയുള്ള ഒരു കാര്യം
ഈ ദൈവങ്ങൾ എന്ന് പറയുന്നവ ഏതെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല എന്നുള്ളതാണ് സത്യം. മനുഷ്യന്റെ വേദനകളിലേക്കും യാതനകളിലേക്കും ഇറങ്ങി വന്ന ദൈവമാണ് യേശുക്രിസ്തു. കുഷ്ഠരോഗിയെയും അന്ധനെയും മുടന്തനെയും ഊമനെയും ബധിരനെയും സമൂഹത്തിൽ ഭ്രഷ്ട് കൽപ്പിച്ച് മാറ്റി നിർത്തപ്പെട്ടവരെയും അവിടുന്ന് ചേർത്ത് പിടിച്ചു. ശിഷ്യന്മാരുടെ കാൽ കഴുകി അവിടുന്ന് വിനയത്തിന്റെ മാതൃകയായി. ഒടുവിൽ പാപികളായ മനുഷ്യർക്ക് വേണ്ടി സ്വന്തം ജീവൻ കുരിശിൽ ബലിയർപ്പിച്ചു. ഇതുപോലെ നിസ്വാർത്ഥനായ, പരിശുദ്ധനായ, സ്നേഹസമ്പന്നനായ, മനസ്സലിവുള്ള ഒരു ദൈവത്തിന് ലോകത്തിലെ സകല മതങ്ങളുടെയും പുണ്യഗ്രന്ഥങ്ങളിലും കഥകളിലും പാരമ്പര്യങ്ങളിലും പരിധി നോക്കിയാലും നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല. യേശുക്രിസ്തു മനുഷ്യരുടെ പാപങ്ങളെ ക്ഷമിക്കാൻ കഴിവുള്ളവനാണ്. അതുകൊണ്ടാണ് ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് മനുഷ്യർ യേശുക്രിസ്തുവിൽ ഇന്നും ആശ്വാസം കണ്ടെത്തുന്നത്. സ്വന്തം സിംഹാസനം സംരക്ഷിക്കാൻ വേണ്ടി മനുഷ്യരെ തമ്മിലടിപ്പിക്കുന്ന, ജാതിയുടെയും ഐത്തത്തിന്റെയും മതിലുകൾ കെട്ടുന്ന ദൈവങ്ങളെ പേറി നടക്കുന്നവർക്ക് മനുഷ്യനു വേണ്ടി കുരിശിലേറിയ യേശുക്രിസ്തുവിന്റെ മഹത്വം മനസ്സിലാകില്ല. വെളിച്ചം കണ്ടാൽ ഇരുട്ടിന് ഭയമുണ്ടാവുക സ്വാഭാവികമാണ്. അതുപോലെ തന്നെയാണ് ഇവരെല്ലാം യേശുക്രിസ്തുവിനെ ഭയക്കുന്നത്. കാരണം ഇവരെല്ലാം അന്ധകാരത്തിലാണ് ഇപ്പോഴും വസിക്കുന്നത്. കുഞ്ഞിക്കണ്ണനെ പോലുള്ളവരുടെ വാക്കുകളിൽ നിഴലിക്കുന്നത് സ്വന്തം ദൈവസങ്കല്പങ്ങളുടെ ജീർണതയെക്കുറിച്ചുള്ള ആ ഭയം മാത്രമാണ്. ഉള്ളവൻ ഉണ്ണുന്നത് കണ്ട് ഉരുകിയിട്ട് കാര്യമില്ല എന്ന് ഞങ്ങളുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്. അസഹിഷ്ണുതയോടെ ഞങ്ങൾക്കെതിരെ വരുന്ന സംഘി പ്രൊഫൈലുകളോടും എനിക്കിതേ പറയാനുള്ളൂ. മനസ്സിലായ? ഉരുകിയിട്ട് കാര്യമില്ല. ക്രിസ്ത്യാനികളുടെ കയ്യിൽ ലോകത്തിന് നൽകാൻ സ്നേഹത്തിന്റെയും പ്രത്യാശയുടെയും ഒരു വലിയ സന്ദേശമുണ്ട്. അതാണ് സുവിശേഷം. ലോകത്തിന് മുമ്പിൽ നെഞ്ചു വിരിച്ച് അവതരിപ്പിക്കാൻ പറ്റിയ ഒരു ദൈവവുമുണ്ട്, യേശുക്രിസ്തു. അതുകൊണ്ട് ഞങ്ങൾ ഇനിയും ലോകമെങ്ങും ആ യേശുക്രിസ്തുവിനെ പ്രസംഗിച്ചുകൊണ്ടേയിരിക്കും. ഇന്ത്യ മഹാരാജ്യം ഈ ലോകത്തിൽ ഉൾപ്പെട്ടതായതുകൊണ്ട്, ഈ ലോകത്തിന്റെ ഭൂപടത്തിൽ ഇന്ത്യ മഹാരാജ്യം ഉള്ള കാലത്തോളം ഈ ഇന്ത്യയിലും ഞങ്ങൾ സുവിശേഷം അറിയിക്കും, യേശുക്രിസ്തുവിനെ പ്രസംഗിക്കും. വിശ്വസിക്കുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തി ഞങ്ങളുടെ കൂട്ടത്തിൽ ചേർക്കും. മനസ്സിലായ? അത് ഞങ്ങൾ ഇനിയും ചെയ്യും. നിങ്ങളുടെ കയ്യിൽ അങ്ങനെ ഒരു സന്ദേശം ഇല്ലാത്തത് കൊണ്ട്, ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കാൻ കൊള്ളാവുന്ന ഒരു ദൈവം നിങ്ങൾക്കില്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നത് എന്താണ്? നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ വളരെ പരിമിതമാണ്. സോഷ്യൽ മീഡിയയിൽ വന്ന് ഞങ്ങളെ തെറി വിളിക്കും. അത് പ്രധാനമായിട്ട് നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം. പിന്നെ നിങ്ങൾക്ക് അധികാരം ഉള്ളിടത്ത് ബുൾഡോസറുകൾ കൊണ്ട് ഞങ്ങളുടെ ആരാധനാലയങ്ങളും വീടുകളും ഇടിച്ചു നിരത്തും. പിന്നെ പോലീസിനെ കൊണ്ട് കള്ളക്കേസുകൾ എടുപ്പിച്ച് ജയിലിലടയ്ക്കും. ഇതൊക്കെയാണ് നിങ്ങൾ ചെയ്യുക. അതേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം സംവദിക്കാൻ ആശയങ്ങളില്ലാത്തവന്റെ ഏക ആയുധം അക്രമം മാത്രമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്. എന്നാൽ നിങ്ങളോട് എനിക്കൊരു ചരിത്രം പറയാനുണ്ട്. നിങ്ങളുടെ ഈ അക്രമങ്ങൾ കൊണ്ടോ അടിച്ചമർത്തലുകൾ കൊണ്ടോ ഇല്ലാകുന്നതാണ് ക്രിസ്ത്യാനിറ്റി എങ്കിൽ അത് 1-ാം നൂറ്റാണ്ടിൽ തന്നെ ഈ ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമായി തന്നെ. ആദിമ ക്രിസ്ത്യാനികളെ റോമൻ സാമ്രാജ്യം എത്ര ക്രൂരമായാണ് വേട്ടയാടിയതെന്ന് ചരിത്രം ഒന്നെടുത്ത് വായിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും. നിങ്ങൾ ഇന്ന് നടത്തുന്ന ഈ പീഡനങ്ങളുണ്ടല്ലോ, ഇതൊന്നും റോമാക്കാര് ചെയ്തതിന്റെ 100-ൽ 1 പോലും വരില്ല. അത്ര വലിയ സാമ്രാജ്യത്വ ശക്തികൾ വിചാരിച്ചിട്ടും ഇല്ലാതാക്കാൻ കഴിയാത്ത വിശ്വാസത്തെ കേവലം ചില ഭീഷണികൾ കൊണ്ടും ബുൾഡോസറുകൾ കൊണ്ടും നശിപ്പിച്ചു കളയാമെന്നത് നിങ്ങളുടെ വെറും ഒരു വ്യാമോഹം മാത്രമാണ്. വെറും വ്യാമോഹം. ഒടുവിലായി നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് പ്രശസ്തമായ ഒരു പരസ്യവാചകമാണ്: അസൂയപ്പെടാതെ സ്വന്തമാക്കൂ. നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്തതും ഞങ്ങളുടെ പക്കലുള്ളതുമായ ഈ മഹത്തായ സന്ദേശവും ആർക്കും മാതൃകയാക്കാവുന്ന പരിശുദ്ധനായ ദൈവത്തെയും കണ്ട് നിങ്ങൾ അസൂയപ്പെടേണ്ടതില്ല. മറിച്ച് ഞങ്ങൾ അനുഭവിക്കുന്ന ആ സ്നേഹവും സമാധാനവും നിങ്ങൾ സ്വന്തമാക്കാനാണ് ഞങ്ങൾ പറയുന്നത്. അതിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യാൻ, അത് നിങ്ങളുമായി പങ്കുവെക്കാൻ ഞങ്ങൾക്ക് 100 മനസ്സാണ്. 100% ഞങ്ങൾ സന്നദ്ധരാണ്. മനസ്സിലായോ? നിങ്ങൾ അസൂയപ്പെടാതെ സ്വന്തമാക്കാൻ നോക്ക്. മനുഷ്യൻ വീടിന്റെ പടി കടന്നു വരുമ്പോഴേക്കും അശുദ്ധി ഭയന്ന് പിൻവാതിലൂടെ ഇറങ്ങി കണ്ടം വഴി ഓടുന്ന ദൈവങ്ങളെയും ചുമന്ന് അപകർഷബോധത്തോടെ നടക്കുന്നതിന് പകരം എനിക്ക് ലോകത്തിന് മുമ്പിൽ നെഞ്ചു വിരിച്ച് അവതരിപ്പിക്കാൻ കൊള്ളാവുന്ന, ആരെയും ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഞങ്ങളെപ്പോലെ തല ഉയർത്തി പറയാനെങ്കിലും നിങ്ങൾക്ക് സാധിക്കുമല്ലോ. ആ ഒരൊറ്റ തിരിച്ചറിവ് നൽകുന്ന ആത്മാഭിമാനം ഉണ്ടല്ലോ, അത് ചില്ലറയല്ല. ഞാനിതേ എന്റെ സ്വന്തം അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്.
യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് അവിടുത്തെ അനുഗമിക്കുന്നവൻ എവിടെയും തല ഉയർത്തി തന്നെ നിൽക്കും. യേശുക്രിസ്തുവിന്റെ മുന്നിൽ മുട്ടുമടക്കുന്നവൻ ലോകത്ത് വേറെ ഒരു മനുഷ്യന്റെയും മുന്നിൽ മുട്ടുമടക്കുകയുമില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെയൊക്കെ തെറിവിളികൾക്ക് മുമ്പിലും ഭീഷണികൾക്ക് മുമ്പിലും പേടിക്കാതെ ധൈര്യപൂർവ്വം ഞങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത്. ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ കർത്താവായ യേശുക്രിസ്തു നമ്മളെല്ലാവരെയും കാത്തു സൂക്ഷിക്കുമാറാകട്ടെ. അവിടുത്തെ വിലയേറിയ നാമം മാത്രം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ആമേൻ.